സ്റ്റഡീസ് കഴിഞ്ഞ് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇനിയും സ്റ്റഡി ചെയ്യുക, അതും പഠിച്ച ഫീൽഡല്ല. അപ്പോൾ എത്രത്തോളം എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളൊരു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഓൺലൈനായിട്ടായിരുന്നു ചെയ്തത്. അപ്പം അതും എത്രത്തോളം നമുക്ക് യൂസ് ആവും എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിള്ളേരായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇരുന്നിട്ടുള്ളൊരു ശീലം കുറയുമല്ലോ, പല കാര്യത്തിലും നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ ഈ ഒരു 4 മണിക്കൂർ ഇരുന്ന് ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ അയ്യോ മതി എന്നിങ്ങനെ തോന്നിയിരുന്നു. M.Com കഴിഞ്ഞ് ഞാൻ ഇത്രയും ഗ്യാപ്പ് വന്നു. ഇനിയിപ്പോൾ എനിക്കൊരു അക്കൗണ്ടിങ് ഫീൽഡിലോട്ട് എത്രത്തോളം, പിന്നെ ഏജിൻ്റെ പ്രശ്നമുണ്ടോ, 30 above ആണ്. എൻ്റെ സെയിം ബാക്ക്ഗ്രൗണ്ടുള്ള കുട്ടികൾ ഇത് കോഴ്സ് പഠിച്ചിട്ട് പാസ്സാവുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തത്. M.Com ഒരു PG ഗ്രാജുവേറ്റ് ആണ്. M.Com പഠിച്ച ഒരാളാണ്. ഇതിങ്ങനെ ഒരു കോഴ്സ് എടുക്കാന്ന് വിചാരിച്ചപ്പോൾ ആദ്യം മനസ്സിൽ വന്ന കാര്യത്തെ പഠിക്കാൻ പറ്റുമോ ഇല്ലയോ അങ്ങനത്തെ ടെൻഷൻ ഉണ്ടായിരുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം കുട്ടികളുണ്ട്, പിന്നെ നമ്മൾ സ്റ്റഡീസ് കഴിഞ്ഞ് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇനിയും സ്റ്റഡി ചെയ്യുക, അതും പഠിച്ച ഫീൽഡല്ല. അപ്പോൾ എത്രത്തോളം എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളൊരു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഓൺലൈനായിട്ടായിരുന്നു ചെയ്തത്. അപ്പം അതും എത്രത്തോളം നമുക്ക് യൂസ് ആവും എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആരായിരുന്നു കൂടുതൽ സപ്പോർട്ട് ചെയ്തത്? ഇങ്ങനെ ഒരു കോഴ്സ് എടുക്കാൻ പറഞ്ഞതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് തന്ന ആരായിരുന്നു? കോഴ്സിൻ്റെ ആൾ ഹസ്ബൻഡ് തന്നെയാണ്. എനിക്ക് ഈ കോഴ്സിനെ പറ്റി ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴും എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, എൻ്റെ ഒരു ഫീൽഡ് അല്ലാത്തതുകൊണ്ട് എത്രത്തോളം സക്സസ് ആവുന്നില്ല. പിന്നെ ജോലിയായിരുന്നു മെയിൻ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ആദ്യം നല്ല ബുദ്ധിമുട്ടുണ്ട്. നിർത്തി പോകാൻ തോന്നിയിരുന്നു? തീർച്ചയായിട്ടും. ഞാൻ കോഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ എക്സാം എഴുതണോ വേണ്ടതെന്ന് ഇങ്ങനെ ചിന്തിച്ചു. കാരണം അത്രയും നമ്മൾ ഫീസ് അടച്ച് പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചു. ഹസ്ബൻഡ് പറഞ്ഞത് കുഴപ്പമില്ല, നീ എഴുതി നോക്ക്, ക്യാഷ് പോവാണെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ അത് എനിക്ക് അത്ര ഒരു ഈസി ആയിട്ട് തോന്നിയില്ല. കാരണം അത്രയും വലിയൊരു എമൗണ്ട് നമ്മൾ വെറുതെ കൊണ്ടുപോയി കളയാന്ന് പറയുന്നത്. പിന്നെ എങ്ങനെ തീരുമാനത്തിലെത്തിയത് എഴുതാൻ? ഞാൻ പറഞ്ഞല്ലോ, ജോബ് എന്തായാലും വേണമെന്ന് എനിക്ക് നിർബന്ധം. അപ്പം M.Com കഴിഞ്ഞ് ഞാൻ ഇത്രയും ഗ്യാപ്പ് വന്നു. ഇനിയിപ്പോൾ എനിക്കൊരു അക്കൗണ്ടിങ് ഫീൽഡിലോട്ട് എത്രത്തോളം, പിന്നെ ഏജിൻ്റെ പ്രശ്നമുണ്ടോ, 30 above ആണ്. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇതെങ്കിലും ഇത് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ലൈഫിൽ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഏതെങ്കിലും എക്സാമിന് പഠിച്ചിട്ടുണ്ടായിരുന്നു? ഉണ്ടാവില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒട്ടും വഴങ്ങുന്നുണ്ടായിരുന്നു അനാട്ടമി. നമ്മൾ 10th നിർത്തിയതാണ്. പിന്നെ ബയോളജി ആ ഒരു ഫീൽഡിൽ സയൻസായിട്ട് ഒട്ടും. അപ്പം അത്രയും പിന്നെ ഇത്രയും ഗ്യാപ്പും ഉണ്ടല്ലോ. പഠിച്ച ഡിഗ്രി കഴിഞ്ഞ പാട് അടുത്തൊരു പഠിത്തം അങ്ങനെയല്ല. അതിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ സാറ് കണ്ടിട്ടുണ്ടാവും, ആള് ഓൺലൈനായിട്ടാണ് പഠിച്ചതെന്ന് പറഞ്ഞു. വീട്ടിലിരിക്കുന്നതും എഫേർട്ട് എടുക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ? പോയി കടന്നുപോയ സ്ട്രെസ്സുകളും ഒക്കെ കണ്ടിട്ടുണ്ടാവും. കുറെ അനുഭവിച്ച ആളായിരിക്കാം അല്ലെ? നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടാവാം, പറ്റുന്നില്ല, എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്തത്? തുടക്കത്തില് ഞാനൊരു പിന്നെ ഈ അന്വേഷണ സമയത്ത് ആരോൺ അക്കാദമി ജോയിൻ ചെയ്തതിന് ശേഷം പിന്നീട് ഈ കോഴ്സിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സെർച്ച് ചെയ്തു. യൂട്യൂബ് ആണെങ്കിലും പിന്നെ അത് അപ്പോൾ ഒരുപാട് കുട്ടികൾ ഇത് ഇതേ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരുപാട് കുട്ടികൾ ഈ കോഴ്സ് പാസ്സാവുന്നതായിട്ടും ഈ പറഞ്ഞ സെയിം ബാക്ക്ഗ്രൗണ്ട് BA, BSc, M.Com അങ്ങനെയുള്ള എൻ്റെ സെയിം ബാക്ക്ഗ്രൗണ്ടുള്ള കുട്ടികൾ ഇത് കോഴ്സ് പഠിച്ചിട്ട് പാസ്സാവുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തത്. കഷ്ടപ്പെട്ടായിരുന്നു പഠിക്കുന്ന സമയത്ത്? അതെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ചെറിയ കുട്ടികളുള്ളത് കൊണ്ട് പിന്നെ കുട്ടികളെ നോക്കണം, 4 മണിക്കൂർ മോക്ക് അറ്റൻഡ് ചെയ്യാം. അപ്പൊ ആ സമയത്ത് സമയം കണ്ടെത്തിയിട്ട് അത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് പഠിച്ചിട്ടുണ്ട്. ഈ 4 മണിക്കൂർ കണ്ടിന്യൂസ് ഇരിക്കാന്ന് അറിയുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം പിള്ളേരായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇരുന്നിട്ടുള്ളൊരു ശീലം കുറയുമല്ലോ, പല കാര്യത്തിലും നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ ഈ ഒരു 4 മണിക്കൂർ ഇരുന്ന് ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ അയ്യോ മതി എന്നിങ്ങനെ തോന്നിയിരുന്നു. എക്സാം എഴുതി നെക്സ്റ്റ് ഡേ തന്നെ റിസൾട്ട് വന്നു. എക്സാം എഴുതിയപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നു എക്സാം? എക്സാം എഴുതിയപ്പോൾ ഈസി ആയിരുന്നു. എനിക്ക് 70 എത്തുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. ഒരു 50 above ഒക്കെ ആണെങ്കിൽ എന്തായാലും പാസ്സാവുന്ന അറിയായിരുന്നു. പക്ഷെ 70 എത്തുമോ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് ടൈമിന് മുമ്പ് എനിക്ക് 4 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയായിരുന്നു. ആ ഒരു ടെൻഷനൊക്കെ വെച്ചിട്ടായിരുന്നു പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ എനിക്ക് ടൈമൊക്കെ ആവശ്യത്തിൽ കൂടുതലുണ്ടായിരുന്നു. എത്ര പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു? 76%. ഓക്കെ. മോക്ക് എക്സാംസ് ഒക്കെ എഴുതിയല്ലോ, അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? മോക്ക് ആദ്യം നല്ല മാർക്ക് കുറവായിരുന്നു. അപ്പം ഞാൻ എങ്ങനെ ഈ 70 എത്തുമെന്ന് ഞാൻ ടെൻഷനായിരുന്നു.
പിന്നെ ലാസ്റ്റിലോട്ട് എനിക്ക് തോന്നുന്നു ഒരു ലാസ്റ്റ് മോക്കിലേക്കൊക്കെ എത്തിയപ്പോഴാണ് ആവറേജ് 70 എത്തുന്നത്. അതിനുശേഷം പിന്നെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണോ? ഫസ്റ്റ് ഇന്റർവ്യൂ ഞാനൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നോക്കാം എങ്ങനെയെന്ന് വിചാരിച്ചിട്ട് അറ്റൻഡ് ചെയ്തിരുന്നു. അതിലിപ്പോ പ്ലേസ്ഡ് ആയത് ഇപ്പൊ പെട്ടെന്ന് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പൊ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു, മിംസ് ഹോസ്പിറ്റലിലാണ്, ആ ഒരു ഇൻഷുറൻസ് സെക്ടറിലായിരുന്നു. ഓക്കെ, ആ സമയത്തുള്ള സാലറി ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ 2070 ആ ഒരു ടൈമിലാണ്. അപ്പം ലാസ്റ്റ് എനിക്ക് ഇറങ്ങുന്ന സമയത്ത് 15,000 പിന്നെ PF അങ്ങനത്തെ അലവൻസ്. ഈ കമ്പനികളിലും നമുക്ക് PF അലവൻസസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇപ്പൊ സാറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമുക്കറിയാം നാട്ടിൽ തന്നെ ജോലിയുള്ള ആളാണ്. ഇപ്പൊ ഇവിടെ ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ജോലി കയറുമ്പോൾ ഒരു ഫ്രഷറിന്, ഇപ്പം മെഡിക്കൽ കോഡിങ്ങിൽ വൈഫ് ഫ്രഷറാണ്, അപ്പോൾ ഒരു സാലറി എന്ന് പറയുന്ന ഒരു എക്സ്പെക്റ്റഡ് സാലറി എത്രയാണ്? നമ്മുടെ നാട്ടിലുള്ള സർവീസുകളൊക്കെ പറയുകയാണെങ്കിൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് പ്രൈവറ്റ് കമ്പനി, അവർക്കൊക്കെ എന്ന് പറഞ്ഞെങ്കിൽ ബിലോ സർവേ ബിലോ 15,000 ഒക്കെ ഉള്ള ഒരു സിനാറിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പം ഇതുപോലുള്ള കോഴ്സുകൾ പഠിച്ചിട്ട് എന്തായാലും നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവണല്ലോ. ആ ഒരു ഇതിലാണ് ഇത് കോഴ്സ് ചെയ്യുന്നത്. ഇപ്പൊ സാറ് പറഞ്ഞു പലരും 15,000 ബിലോ സാലറിയിൽ പല കമ്പനിയിലും 8 മണിക്കൂറും 9 മണിക്കൂറും ഒക്കെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവരുണ്ട്, പഠിക്കാൻ കഴിവുണ്ടായിട്ടും അല്ലേ? ഒരുപക്ഷെ അവർക്കൊന്നും ഇങ്ങനെ ഒരു കോഴ്സിനെ പറ്റിയോ ഇതിന്റെ ഓപ്പർച്യൂണിറ്റിനെ പറ്റി അറിയാത്തോണ്ടായിരിക്കും. ഇങ്ങനെ ഒരു സ്ഥാപനത്തിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു കോഴ്സ് പഠിച്ചിട്ട് ഈ ഒരു ഇതിന്റെ പാക്കേജിലേക്ക് പോകാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഏത് ബേസിക് ലെവൽ ക്വാളിഫിക്കേഷൻ ആയാലും ഡിഗ്രി ആയാലും PG ആയാലും തന്നെ ഉള്ള സ്ഥാപനങ്ങളിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുമെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുക. പലർക്കും അറിയില്ല മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞ ഒരു കോഴ്സ് തന്നെ ആർക്കും. അതെ, കരിയർ ബിൽഡിങ് ചെയ്യാന്നുള്ളത് തന്നെയാണ് പ്രധാനം.